عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على حبيب رب العالمين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين، والحمد لله رب العالمين. ബഹുമാന്യരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, വളരെ ഭക്തിപൂർവം പങ്കെടുക്കുന്ന ഈ ഉറൂസ് പരിപാടിയിൽ നാം എല്ലാവരും സന്നിഹിതരായത് അല്ലാഹുവിന്റെയും അവന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മഹാന്മാരായ സാദാത്തുക്കളുടെയും ഔലിയാക്കളുടെയും പൊരുത്തം സമ്പാദിക്കാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് കോയമ്മ തങ്ങൾ മഹാനവറുകളുടെ ഒന്നാമത്തെ ഉറൂസ് നടക്കുന്ന ഈ മഹത്തായ ചടങ്ങ് ശൈഖുന റയീസുൽ ഉലമ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ഈ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്ത് സയ്യിദ് ബദറുസ് സാദാത്ത് തങ്ങൾ, ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയ നേതാക്കൾ, ആലിമീങ്ങൾ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് സുദീർഘമായ ഒരു പ്രഭാഷണം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ഏതൊരു കാര്യവും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ആദ്യമായി നമ്മുടെ നിയ്യത്ത് നന്നാവണം. ആ നിയ്യത്ത് ഏതാണ് എന്ന് അല്ലാഹു നോക്കുകയും അതിന് അവൻ വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും. മഹാന്മാരോടുള്ള മഹബ്ബത്താണ് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദുആ നമുക്ക് പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നത് നിന്നോടുള്ള മഹബ്ബത്താണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്താണ്. നിന്നെ പ്രിയം വെക്കുന്ന ഏതെല്ലാം മഹാന്മാരുണ്ടോ അവരോടെല്ലാമുള്ള മഹബ്ബത്താണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ആ മഹബ്ബത്ത് ലഭിക്കാൻ വേണ്ടി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം മഹാന്മാരോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ വേണ്ടി ഏതെല്ലാം മജ്ലിസുകൾ നമുക്ക് ലഭിക്കുമോ ആ മജ്ലിസുകളൊക്കെ സംബന്ധിക്കൽ അല്ലാഹു അനുവദിച്ചിട്ടുള്ളതും നിർദ്ദേശിച്ചിട്ടുള്ളതുമായ ഇബാദത്തുകളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും മദീനയിലും സ്വഹാബത്തുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉപദേശങ്ങൾ നൽകാൻ, അവരെ സംഘടിപ്പിച്ചുകൊണ്ട് നസീഹത്ത് നൽകാൻ ധാരാളം വേദികൾ സജ്ജമാക്കിയപ്പോൾ ആ വേദികളിലെല്ലാം പങ്കെടുക്കാൻ സ്വഹാബത്ത് കാണിച്ച ആഗ്രഹം സ്വഹീഹായ ഹദീസുകളിൽ കാണാം. എന്നാൽ അതുപോലെ ഒരു വലിയ പണ്ഡിതനും 200-ലധികം മഹല്ലുകളുടെ ഖാദിയും ബഹുമാനപ്പെട്ട സയ്യിദ് താജുൽ ഉലമ അവരുടെ പ്രിയപ്പെട്ട മകനും ആയ
സയ്യിദ് ഖുറത്തു സാദാത്ത് തങ്ങൾ അവറുകളോടുള്ള മഹബത്ത് ഈ കർണാടകയിൽ മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും മുഅ്മിനീങ്ങളായ ആളുകളുടെ ഖൽബിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ മഹബത്തിന് അവർക്ക് പ്രേരകമായി വർത്തിക്കുന്ന ഘടകം ഈമാൻ എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയും മനുഷ്യനും തമ്മിലുള്ള ആത്മീയമായ ബന്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി മുഅ്മിനായ മനുഷ്യന്റെ ബന്ധം, അതാണല്ലോ ഈമാൻ. ആ ഈമാൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം നടത്തുകയും അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ ജീവിതത്തിന്റെ ഒരു പതിപ്പായി, ഒരു ചലിക്കുന്ന മാതൃകയായി ജീവിക്കുകയും ചെയ്ത ആ ഒരു വലിയ മനുഷ്യനോടുള്ള സ്നേഹം, ഈമാൻ എന്ന് പറയുന്ന ആ ബന്ധത്തിന്റെ വർധനവാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ മഹത്തായ പരിപാടി അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു ഇബാദത്താണ്. അഖബ ഉടമ്പടി നടക്കുന്ന സമയത്ത് ആ പരിപാടിയിൽ മഹാന്മാരായ സ്വഹാബത്ത് പങ്കെടുക്കുകയാണ്. ഒരു സ്വഹാബി പങ്കെടുക്കാതെ വന്നപ്പോൾ ആ സ്വഹാബിയോട് മറ്റൊരു സ്വഹാബി ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ട് അവിടെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ, സ്വാലിഹീങ്ങളോട് മഹബത്ത് ഉണ്ടാക്കാൻ ഉപകരിക്കുന്ന ഏതെല്ലാം മജ്ലിസുകളുണ്ടോ ആ മജ്ലിസുകളിൽ പങ്കെടുക്കൽ പുണ്യമുള്ള കാര്യമാണ്. അവിടെ പങ്കെടുക്കാതിരുന്നാൽ ആ പുണ്യം അവർക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരെ മഹബത്ത് വെക്കുന്ന ഏതെല്ലാം ചടങ്ങുകൾ, സദസ്സുകൾ, ആലിമീങ്ങളുടെ ഹദറത്തിൽ മുതഅല്ലിമീങ്ങൾ വന്ന് ഇൽമു കിതാബുകൾ ഓതി പഠിക്കുന്ന മജ്ലിസുകൾ, ഒരു വലിയ മനുഷ്യന്റെ സമീപത്ത് ചെന്ന് അവർക്ക് സലാം പറഞ്ഞ് ഹസ്തദാനം നൽകി ആ തബറുക്ക് നേടുന്ന പരിപാടികൾ, അതൊക്കെയും അല്ലാഹു തആല പൊരുത്തപ്പെട്ട ഇബാദത്തുകളാണ്. അങ്ങനെയുള്ള ഇബാദത്തുകളിൽ ഇവിടെ സന്നിഹിതരായ നമുക്കെല്ലാം പങ്കെടുക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ മകൻ, അതുപോലെ ബഹുമാനപ്പെട്ടവരുടെ ജ്യേഷ്ഠ സഹോദരൻ, ആ സാദാത്തുക്കൾ മുഴുവനും ഈ മജ്ലിസുകളിൽ നമ്മോട് പറയുന്നത് ഇന്നൊരു പ്രതിജ്ഞക്ക് കൂടി പറ്റിയ ഒരു ദിവസമാണ് മുഹറം എന്ന് പറയുമ്പോൾ, ആ മുഹറം ഒരു പുതിയ വർഷത്തിന്റെ പിറവിയാണ്. ഈ പിറവിയുടെ ഈ ഘട്ടത്തിലാണ് ഓരോ മുഅ്മിനായ മനുഷ്യനും കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തെ പ്രവർത്തനങ്ങളിൽ വന്നുപോയ പോരായ്മകളെ പറ്റി ആലോചിച്ച് പശ്ചാത്തപിക്കുകയും പുതിയൊരു വർഷത്തിൽ നല്ല ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സമയത്താണ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നാം സന്നിഹിതരായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുടെ അഭയകേന്ദ്രമായി മാറുന്ന ഈ വലിയ മഖാമും ഇതിന്റെ പരിസരങ്ങളുമെല്ലാം ഖൈറാത്തുകൾ ധാരാളം ലഭിക്കുന്ന മജ്ലിസുകളായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ മഹാന്മാരോടുള്ള മഹബത്ത് ഞങ്ങളെ ഖൽബിൽ ഏറ്റിത്തരണേ അല്ലാഹ്. ധാരാളം സാദാത്തുക്കളുടെ ഗുരുവര്യരും ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് ബദറു സാദാത്ത് ഇബ്രാഹിം ഖലീൽ തങ്ങൾ ഈ മജ്ലിസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനവർകൾ നമ്മോട് മുഖ്യ പ്രഭാഷണം ഇവിടെ നടത്തും. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ മജ്ലിസിൽ ഉള്ള ദുആകളിലെല്ലാം ഈ വിനീതനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.